ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരും. ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് പ്രധാന അജണ്ടയെങ്കിലും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ലീഗ് പ്രതിനിധിയെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാകും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് പരിഗണനയിലുള്ളത്. സമസ്ത ലീഗ് തർക്കത്തിൽ സ്വീകരിക്കേണ്ട പൊതുവായ നയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന്. ഷബീർ, ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഏറ്റവും അധികം വിഷയമാവേണ്ടതെങ്കിൽ പോലും ഇനി മറ്റ് വിഷയങ്ങൾ, സംസ്ഥാന ലീഗ് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊപ്പം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലെ MP കുറിച്ചടക്കമുള്ള ചർച്ചകളൊക്കെ ആക്കും പ്രധാനമായും ഉണ്ടാവുക, അല്ലേ? തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ലീഗ് ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായും സമസ്തയുടെ ചില ഇടപെടലുകൾ കൂടി ഈ യോഗത്തിൽ ഈ വിലയിരുത്തലിൽ ചർച്ചയാകും. നമുക്കറിയാം, മുസ്ലിം ലീഗിന് 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ സമസ്തയിലെ ഒരു വിഭാഗം കൃത്യമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന വിവരം മുസ്ലിം ലീഗിനുണ്ട്. അത്തരം പ്രതികരണങ്ങൾ പല ഭാഗത്തും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് സമസ്ത ഭിന്നത അല്ലെങ്കിൽ തർക്കം ചർച്ചയാകും. ഇന്നിപ്പോൾ സുപ്രഭാതത്തിന്റെ ദുബായ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമല്ല, മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. വരും ദിവസങ്ങളിലും ഈ സമസ്ത ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഭിന്നതകൾ ഉണ്ടാകും. അപ്പോൾ പൊതുവായി എന്തായിരിക്കണം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നയം എന്ന് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ കാര്യമായ വിലയിരുത്തലുണ്ടാകും. വോട്ട് ചോർച്ചയുണ്ടായോ, സമസ്തയുടെ ഒരു വിഭാഗം വോട്ടുകൾ മുസ്ലിം ലീഗിനെങ്കിൽ UDF ലഭിക്കാതെ പോയോ എന്നതടക്കം ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തലുണ്ടാകും. പ്രാഥമികമായി മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്, നേരത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗമെല്ലാം തന്നെ ചേർന്നതാണ്. പൊന്നാനിയിലും മലപ്പുറത്തും വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ ജയിക്കും. അബ്ദുസമദ് സമദാനിയും ഒപ്പം തന്നെ ET മുഹമ്മദ് ബഷീറും ജയിക്കുമെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ UDFന് വലിയ നേട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ യോഗം തുടങ്ങും. രാജ്യസഭാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ രാജ്യസഭാ പ്രതിനിധിയെ സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. ജിൻസി.